ഇടുക്കി വണ്ടിപ്പെരിയാറിൽ മകൻ അച്ഛനെ കൊലപ്പെടുത്തി. പുതുപ്പറമ്പിൽ മോഹനനെയാണ് മകൻ വിഷ്ണുകുമാർ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ മകനും ഭാര്യ കുമാരിയുമാണ് മോഹനൻ മരിച്ചു കിടക്കുന്നുവെന്ന് അയൽവാസികളെ അറിയിച്ചത്. സംശയത്തെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത്. ജോസൽ സെബാസ്റ്റ്യൻ ഉണ്ട്. ജോസൽ, എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്? അസിത, ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 67കാരനായ വയോധികനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. വാക്കുതർക്കത്തെ തുടർന്ന് മകൻ അച്ഛനെ കൊലപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ വണ്ടിപ്പെരിയാർ ദൈമുക്കിനടുത്ത് കന്നിമാർച്ചോല അഞ്ചുമുക്ക് ഭാഗത്ത് താമസിക്കുന്ന പുതുപ്പറമ്പിൽ വീട്ടിൽ മോഹനെയാണ് ഈ മകൻ വിഷ്ണുകുമാർ കൊലപ്പെടുത്തിയത്. രാത്രി മോഹനന്റെ ഭാര്യ കുമാരിയും മകൻ വിഷ്ണുവും അയൽവാസികളെ ഫോണിൽ വിളിച്ച് അച്ഛൻ അനക്കമില്ലാതെ കിടക്കുന്നുവെന്ന് അറിയിച്ചു. അതായത് അയൽവാസികൾ എത്തിയപ്പോൾ മോഹനൻ കട്ടിലിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. കട്ടിലിന്റെ താഴെ തുണിയിട്ട് മൂടിയ നിലയിൽ രക്തവും കണ്ടു. വെള്ളം കൊണ്ട് ഉടുക്കാത്ത മോഹനൻ ഇത് ധരിച്ചിരുന്നതും അയൽവാസികൾ സംശയമുണ്ടാക്കി. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ വിഷ്ണു സമ്മതിച്ചില്ല. ഇതോടെയാണ് പോലീസ് വിവരം അറിയിച്ചത്. വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത്. മദ്യപിച്ച ശേഷം അച്ഛനും മകനും വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നു. സംഭവ ദിവസം ബൈക്കിന്റെ ഫിനാൻസ് അടയ്ക്കാൻ കടമായി നൽകിയ 1500 രൂപ മോഹൻ തിരികെ ആവശ്യപ്പെട്ടതാണ് പ്രകോപനത്തിന് കാരണമാകുന്നത്. ഈ ആദ്യത്തെ വഴക്കിനിടയിൽ മോഹനന്റെ ഭാര്യ ഇരുവരെയും പിടിച്ചു മാറ്റി. അതിനുശേഷം ഇവർ കുളിക്കാൻ കയറിയപ്പോൾ ഇവർ വീണ്ടും അടിയായി. വിഷ്ണു മോഹനന്റെ തല പിടിച്ച ഭിത്തിയിൽ പലതവണ ഇടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അസിത, ജോസൽ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്നും.